നമുക്കിതൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക്. അതിനായിട്ട് ആദ്യം ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് അതിൽ 250 ml പഞ്ചസാര കാരമൽ ചെയ്യുക. സിമ്മിലിട്ട് ബ്രൗണിഷ് നിറമാകുന്നത് വരെ നമുക്കിതിനെ ചൂടാക്കാം. ഒരു ബ്രൗണിഷ് നിറമാകുമ്പോൾ, ഒരുപാട് കറുക്കാതെ ഒരു ബ്രൗണിഷ് നിറമാകുമ്പോൾ നമുക്കതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു, അതുമായിട്ടൊന്ന് മിക്സാക്കി. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുമായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമുക്കതിൽ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച്, അതായത് 60 ml 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്കതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കേക്കിനുള്ള പാത്രം നമുക്ക് ശരിയാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 250 ml കപ്പിൽ 1 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമായി 3 പ്രാവശ്യം അരിച്ചെടുക്കണം. നന്നായിട്ട് 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്താലേ ഇതെല്ലാ സ്ഥലത്തും മിക്സായി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1-2 ഗ്രാമ്പൂ ഇട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുകയോ ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ളു ഉപ്പും ഇട്ട് നമുക്കൊന്നുകൂടി ബീറ്റ് ചെയ്യാം. അതൊരു വിധം ബീറ്റായി വരുമ്പോൾ നമുക്ക് ഈ പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ കേക്കിനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ്, അത് 1/4 കപ്പ് കാരമൽ സിറപ്പ് കൂടി അതിനോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ മൈദ എടുത്ത ആ കപ്പിന് 1 കപ്പ് ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് മോൾഡിലോട്ട് മാറ്റുക. ഇതിൽ ബബിൾസ് മാറ്റാനായിട്ട് നമുക്ക് ടാപ്പ് ചെയ്യേണ്ട, ഒരു കമ്പിയിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. അടച്ച് പുറത്തൊരു വെയിറ്റ് ഇട്ട് വെക്കുക. ഒരു 45 മിനിറ്റ് വരെ വേണ്ടി വരും. 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടപ്പോഴേ നല്ല സോഫ്റ്റ്, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അല്പം പോലും കരിഞ്ഞിട്ടൊന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് എന്ന് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഞാനിതിലൊരു പീസ് എൻ്റെ അമ്മമ്മയ്ക്കാണ് കൊടുത്തത്. അമ്മമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ, പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.